നമസ്കാരം. പത്മ പുരസ്കാരങ്ങൾ തന്നെയാണ് വിഷയം. കാരണം രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കേരളത്തിന് അഭിമാനകരമായിട്ടുള്ള നിരവധി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. ഇന്നലെയായിരുന്നു ആ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം. അപ്പോൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുരസ്കാരം, കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുരസ്കാരം വ്യക്തിപരമായി ഏതാണ് എന്ന് എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായും നാരായൺ ജിക്ക് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരം തന്നെയാണ്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നത് വി.എസ്. അച്യുതാനന്ദന്, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന അന്തരിച്ച വി.എസ്. അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ പുരസ്കാരമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ചൂടേറിയ ചർച്ചയായി നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഉയർന്നു നിൽക്കുന്നത്, ഇപ്പോഴും കത്തി നിൽക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, വി.എസ്. അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്നുള്ളതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പുരസ്കാരങ്ങളോടുള്ള ഒരു നയം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം വി.എസ്. അച്യുതാനന്ദൻ്റെ കുടുംബത്തിന് ഈ പുരസ്കാരം സ്വീകരിക്കുവാൻ ഉള്ള അനുവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുമോ എന്നുള്ള സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, 1992 EMS നമ്പൂതിരിപ്പാട് തുടങ്ങി വെച്ച ഒരു പ്രക്രിയയുടെ, അല്ലെങ്കിൽ ഒരു നടപ്പ് രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്ന് വരുന്നു എന്നുള്ളൊരു ചരിത്രമാണ് ഇത്തരം ആശങ്കകൾക്കിടയാക്കുന്നത്. കാരണം 1992 പത്മവിഭൂഷൺ പുരസ്കാരം EMSന് നൽകുവാൻ അന്നത്തെ നരസിംഹറാവു സർക്കാർ തീരുമാനിക്കുകയും അതേ തുടർന്ന് അദ്ദേഹം അത് നിരസിക്കുകയും സ്റ്റേറ്റ് സ്പോൺസേർഡ് അവാർഡ്സ്, അതായത് ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രം നൽകുന്ന ഒരു പുരസ്കാരവും ഞങ്ങൾ സ്വീകരിക്കില്ല, അത് ഞങ്ങളുടെ പാർട്ടി നയമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഭാരതം നൽകുന്ന ഒരു പുരസ്കാരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വിലയൊന്നുമില്ല. ആ ഒരു ആശയത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക്, പാർട്ടിയുടെ ആ ഒരു നയത്തിലേക്ക് നമുക്ക് വരാം. അവസാനം പറയുമ്പോൾ ആ നയം ഒന്ന് വീണ്ടും പുനഃപരിശോധിക്കേണ്ടി വരും. ആ നയമൊന്ന് പുനഃപരിശോധിക്കേണ്ട കാര്യവും രസകരമായിരിക്കും. എന്നാൽ EMS നമ്പൂതിരിപ്പാടാണ് ഇത്തരത്തിലൊരു നടപ്പ് രീതിക്ക് തുടക്കം കുറിച്ച് വെച്ചത്. പിന്നീട് ഒരു വ്യാജ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ജ്യോതി ബസുവിന് ഭാരതരത്നം നൽകാൻ തീരുമാനിക്കപ്പെടുകയും അദ്ദേഹം അത് നിരസിക്കുകയും ചെയ്തു എന്നുള്ളൊരു വ്യാജ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ജ്യോതി ബസുവിന് ഒരിക്കലും ഔദ്യോഗികമായി ഭാരതരത്ന നൽകുവാൻ തീരുമാനിക്കുകയോ അദ്ദേഹത്തെ ആ പുരസ്കാരത്തിന് വേണ്ടി പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. ആ സമയത്ത് 2008 എൻ്റെ ഓർമ്മ, വർഷം വ്യത്യാസപ്പെട്ടേക്കാം, സബ്ജക്റ്റ് ടു കറക്ഷൻ. ജ്യോതി ബസുവിന് എന്നെ ഭാരതരത്ന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു കാലത്തും പരിഗണിച്ചിരുന്നില്ല. പക്ഷേ അക്കാലത്ത് ലാലു പ്രസാദ് യാദവിനെ പോലുള്ള ചില നേതാക്കൾ ജ്യോതി ബസുവിന് ഭാരതരത്നം നൽകണമെന്നുള്ള അഭിപ്രായം ഉയർത്തുകയും അതൊരു ചർച്ചയായി മാറിയപ്പോൾ ജ്യോതി ബസു പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു, ഭാരതരത്നം ഞാൻ സ്വീകരിക്കില്ല. വീണ്ടും EMS തുടങ്ങി വെച്ച ഒരു നടപ്പ് രീതിയുടെ പിന്തുടർച്ചക്കാരനായി മാറേണ്ടി വന്നു ജ്യോതി ബസുവിന്. പക്ഷേ ഭാരതരത്ന പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ജ്യോതി ബസുവിനെ ഒരിക്കലും ഔദ്യോഗികമായി പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി 2022 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാവും മുൻ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മ പുരസ്കാരം നൽകപ്പെട്ടു. അദ്ദേഹം അത് നിരസിച്ചു. അദ്ദേഹം വീണ്ടും EMSൻ്റെ നയം തന്നെ ആവർത്തിച്ചു. കാരണം സ്റ്റേറ്റ് സ്പോൺസേർഡ് അവാർഡുകളൊന്നും ഒരു പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിക്കുന്നതല്ല, ഇത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ള പരസ്യ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ വ്യക്തമായി ഒരു കാര്യം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും ഈ പുരസ്കാരത്തിൻ്റെ കാര്യം ഞങ്ങൾ നേരത്തെ കൂട്ടി തന്നെ അറിയിച്ചിരുന്നതാണ്. അപ്പോൾ യാതൊരു തരത്തിലുള്ള വിസമ്മതവും അല്ലെങ്കിൽ ഈ പുരസ്കാരം ഞങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളും അവർ നടത്തിയിരുന്നില്ല എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുറന്നു പറഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് ഈ പുരസ്കാരം സ്വീകരിച്ചാൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെങ്കിലും, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ആ സമയത്ത് വളരെയധികം മോശമായൊരു നിലയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെങ്കിലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, ഈ പുരസ്കാരം സ്വീകരിക്കണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ തീരുമാനം മാറ്റേണ്ടി വന്നതാണ് അവർക്ക് എന്ന് നമുക്ക് അതിനെ വിശകലനം ചെയ്യാവുന്നതാണ്, വേണമെങ്കിൽ വിശകലനം ചെയ്യാവുന്നതാണ്.
ഇനി പുരസ്കാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് അവാർഡ്സ് ഒന്നും ഞങ്ങൾ വാങ്ങില്ല, ഭാരതം നൽകുന്ന, രാഷ്ട്രം നൽകുന്ന അവാർഡുകളൊന്നും ഞങ്ങൾ വാങ്ങില്ല എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയമൊന്ന് പുനഃപരിശോധിക്കണമെന്ന് നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുനഃപരിശോധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവർ തരാതരം പോലെ കാലാകാലങ്ങളിൽ അവർക്ക് വഴങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാവ് ആരാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകാരം ഇത്തരം നയങ്ങൾ പുനഃപരിശോധിക്കുക മാത്രമല്ല യാതൊരു പരിശോധനയും കൂടാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ നയമൊന്ന് പുനഃപരിശോധിക്കണം. കാരണം ഇതവർ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഒരു നയമാണോ? ആണ്. ഭാരതം നൽകുന്ന പുരസ്കാരങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടോ? ഉണ്ട്. പക്ഷേ അത് ഭാരതം നൽകുന്ന പുരസ്കാരങ്ങളോട് മാത്രമേ ഉള്ളൂ. പക്ഷേ ചില നേതാക്കളെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ നിഷേധവും അവർ നടത്താറുണ്ട്. ഉദാഹരണം, കെ ശൈലജ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയ്ക്ക് രമൺ മാഗ്സസെ അവാർഡിന് വേണ്ടിയിട്ട് കെ ശൈലജയെ പരിഗണിക്കുകയും അത് പാർട്ടി നയപ്രകാരം അവർ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ നാം എല്ലാം കണ്ടതാണ്. അതിൽ സത്യവുമാണ് കേട്ടോ. പലരും പറയുന്നുണ്ട് കെ ശൈലജയെ ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ആരും നാമനിർദ്ദേശം ചെയ്തിരുന്നില്ല എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്തും ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വസ്തുതയുണ്ട്, രസകരമായ വസ്തുതയുണ്ട്. ഈ രമൺ മാഗ്സസെ അവാർഡ് എന്ന് പറയുന്നത് ഒരു പൊതു ഇടങ്ങളിൽ ആർക്കും നാമനിർദ്ദേശം ചെയ്യാമെന്നുള്ളൊരു വ്യവസ്ഥ അതിന് നിലനിൽക്കുന്നില്ല. കാരണം ഏഷ്യ ഒട്ടാകെ അവരുടേതായിട്ടുള്ള പല കമ്മിറ്റികളുമുണ്ട്, അതും രഹസ്യ കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികൾ വഴിയോ മുൻപ് ഈ അവാർഡ് നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവാർഡ് സ്വീകരിച്ച ഇത്തരത്തിൽ രമൺ മാഗ്സസെ പുരസ്കാരത്താൽ പുരസ്കൃതരായിട്ടുള്ള വ്യക്തികൾക്കോ മാത്രമേ ഈ രമൺ മാഗ്സസെ അവാർഡിന് മറ്റൊരു വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുവാൻ സാധിക്കൂ. അതായത് എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ എന്തിന് കേരള സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ പോലും ഒരു വ്യക്തിയെ ഇത്തരത്തിലൊരു പുരസ്കാരത്തിന് വേണ്ടി, രമൺ മാഗ്സസെ പുരസ്കാരത്തിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്യുവാൻ സാധ്യമല്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധീന ശക്തികൾ ഈ കമ്മിറ്റികളിലും രഹസ്യ കമ്മിറ്റികളിലും മുൻ രമൺ മാഗ്സസെ അവാർഡ് ജേതാക്കളുടെ ഇടയിലും ഒക്കെയുള്ള സ്വാധീന ശക്തി കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുവാനുള്ള മാർഗം ഒരാളുടെ മുന്നിൽ തെളിയുകയുള്ളൂ. അത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ശൈലജ ടീച്ചറും ഈ പുരസ്കാരം നിഷേധിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നയപ്രകാരം നയം പിന്തുടർന്നുകൊണ്ട് തന്നെ അത് നിഷേധിക്കേണ്ട ഒരു സാഹചര്യം ശൈലജ ടീച്ചർക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അമേരിക്കയിൽ പോയി തളിക വാങ്ങുക, ഏതെങ്കിലും ഒരു ബേസ്മെൻറ്റിൽ 4 കസേര വലിച്ചിട്ട്, അതും ഈ പറയുന്നത് പോലെ വൃത്തിയുള്ള കസേരകൾ പോലുമല്ല, വലിച്ചിട്ട് ഒരു തളിക വാങ്ങി അമേരിക്കയിൽ പുരസ്കൃതനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് ആ വിജയശ്രീലാൾ ഇതിനായി. തിരുവനന്തപുരത്ത് മുൻ മേയറായിരുന്ന ആര്യാല രാജേന്ദ്രന് ലണ്ടനിൽ ഒരു തട്ടിക്കൂട്ട് സംഘടന അവാർഡ് നൽകിയപ്പോൾ മികച്ച മേയർക്കുള്ള ലണ്ടൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ. ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവയെല്ലാം തിരഞ്ഞെടുപ്പിനൊരു പ്രചരണായുധമായി വരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു നയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ, അവരുടെ ഇഷ്ടക്കാർ, അവർക്ക് പ്രിയമുള്ള, താല്പര്യമുള്ള, അവരോട് അടുപ്പമുള്ള വ്യക്തികൾ, ഇവരുടെയൊക്കെ കാര്യം വരുമ്പോൾ ഇത്തരം നയങ്ങളുടെ, അതായത് സ്റ്റേറ്റ് സ്പോൺസേർഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുരസ്കാരങ്ങളോ സ്വീകരിക്കേണ്ട, വ്യക്തിപരമായി നേതാക്കൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളെ പുനഃപരിശോധന പോലും കൂടാതെ ഒരു വശത്തേക്ക് മാറ്റിവെച്ച് തങ്ങളുടെയൊക്കെ ആ നേരത്തെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ആ നേരത്തെ പ്രയോജനം എന്താണോ തങ്ങൾക്കുണ്ടാക്കുന്നത്, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അപ്രഖ്യാപിത നയമാണ്. ഇരട്ടത്താപ്പ് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് നിലനിൽക്കുമ്പോൾ VS അച്യുതാനന്ദൻ്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച രാജ്യത്തെ 2ാമത്തെ വലിയ സിവിലിയൻ പുരസ്കാരം സ്വീകരിക്കുവാനുള്ള അനുവാദം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൽകുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം അത് മരണാനന്തരം നൽകിയ ബഹുമതിയല്ലേ, അത് കുടുംബത്തിന് തീരുമാനിക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കും എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിൻ്റെ മകൻ VS അച്യുതാനന്ദൻ്റെ മകൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബം അഭിമാനപൂർവ്വം തന്നെ ഈ പുരസ്കാരം സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരവസരത്തിൽ, VS അച്യുതാനന്ദൻ്റെ കുടുംബത്തിന് ഈ പുരസ്കാരം സ്വീകരിക്കുവാനുള്ള അനുമതി
നിഷേധിക്കുക അല്ലെങ്കിൽ അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി ഈ പുരസ്കാരം നിഷേധിപ്പിക്കുക എന്നുള്ള രീതി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാര്യത്തിൽ എടുത്തതുപോലെ എടുക്കുവാൻ സാധിക്കാതെ നട്ടം തിരിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എൻ്റെ സഹതാപങ്ങളും അനുതാപങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.